വാസുചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ചിഞ്ചു വന്നു കഴിക്ക്. എബ്രാം രണ്ടുവട്ടം വന്ന് വിളിച്ചതിന് ശേഷമാണ് ചിഞ്ചു എണീറ്റ് ഭക്ഷണത്തിന് മുന്നിലേക്ക് വന്നിരുന്നത്. ആ വൈകുന്നേരത്തിന് ശേഷം അവളുടെ മുഖവും മനസ്സും തെളിഞ്ഞു കണ്ടിട്ടില്ലെന്ന് ഓർത്തു അയാൾ. സാന്ദ്ര ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്ന് ചിഞ്ചു അന്ന് തന്നെ പറഞ്ഞിരുന്നുവെങ്കിലും അതിനു പിന്നിലെ കാരണം ഇങ്ങനെയൊന്നായിരിക്കുമെന്ന് ചിഞ്ചുവോ താനോ കരുതിയിരുന്നില്ല. സണ്ണിയെ കണ്ടാന്ന് വൈകുന്നേരം വന്ന് ചിഞ്ചു പറഞ്ഞതും കരഞ്ഞതും ഇപ്പോഴെന്ന പോലെ എബ്രഹാമിന്റെ ഉള്ളിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. ഒരു വട്ടം പോലും കരഞ്ഞോ തളർന്നോ കണ്ടിട്ടില്ലാത്ത തന്റെ മകളുടെ കണ്ണുകൾ ഇപ്പോൾ നിറയുന്നു. അവൾ വേദനിക്കുന്നു. ആ വേദന എല്ലായ്പ്പോഴും സണ്ണി മുഖേനയാണെന്നത് എബ്രഹാമിനെയും നോവിച്ചു. എങ്ങനെയാണ് സണ്ണിയെ തെറ്റുപറയാൻ ഒക്കുക? ചിഞ്ചു ഒന്ന് വേദനിച്ച് കാണുന്നത് തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ മുഖമൊന്ന് ഇരുണ്ടാൽ അന്നത്തെ ദിവസം സൂര്യൻ ഉദിക്കാത്ത പോലെയാണ് തനിക്ക്. അപ്പോൾ സാന്ദ്ര ഇത്രയും വലിയൊരു കടുങ്ക് ചെയ്തപ്പോൾ സണ്ണി എങ്ങനെ സഹിച്ചു കാണും? അവൻ സ്വാർത്ഥനായിരിക്കുന്ന ആ രക്തബന്ധത്തിന് മുന്നിലാണ്. അയാളൊന്ന് ദീർഘമായി നിശ്വസിച്ചു. പപ്പ ദേ ചൈതു. കാർ പാർക്ക് ചെയ്തിറങ്ങിയ ചിഞ്ചു കണ്ടത് ഓപ്പോസിറ്റ് ടെക്സ്റ്റൈൽസിന്റെ മുന്നിൽ നിൽക്കുന്ന ചൈതന്യയാണ്. ശരിയാണല്ലോ, വാ. എബ്രഹാം ചിഞ്ചുവിന്റെ കയ്യിൽ പിടിച്ച് റോഡ് ക്രോസ് ചെയ്തു. ചിഞ്ചു ചേച്ചി. ചിഞ്ചുവിനെ കണ്ടതും ചൈതന്യയുടെ മുഖം വിടർന്നു. സന്തോഷത്തോടെ അവൾ ചിഞ്ചുവിനെ അരികിലേക്ക് കുതിച്ചു. പതിയെ മോളെന്താ ഇവിടെ? ആരെ കൂടെയുള്ളത്? എബ്രഹാം ചുറ്റിനെ നോക്കി. അപ്പയുണ്ട് കൂടെ. എന്നിട്ടാ എവിടെ? നിന്നെ അങ്ങനെ തനിച്ചേർത്തി എങ്ങോട്ടും പോയില്ലല്ലോ നിന്റെ അപ്പ? ചിഞ്ചു ചോദിച്ചു. അകത്ത് ബില്ല് പേ ചെയ്യാം, മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി അനുസരിച്ചുള്ള വില മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞ് അവിടെ ചർച്ചയില്ല. അറിയാലോ അപ്പയുടെ സ്വഭാവം. എല്ലാവരും ഞങ്ങൾ തന്നെ നോക്കുന്നു. നാണിക്കേട് കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അല്ല ഇതെന്താ ഇപ്പോൾ ഒരു പർച്ചേസിങ്? അത് നിന്നെ കൂട്ടി വന്നൊക്കെ? അല്ലെങ്കിൽ അപ്പ സ്വന്തം ഇഷ്ടത്തിനെടുത്ത് വരികയല്ലേ ചെയ്യാറ്? എന്താടി വിശേഷമുള്ളത്? ചിഞ്ചു സംശയിച്ചു. മറ്റന്നാൾ നികിൽച്ചേൻ്റെ വീട്ടിൽ നിന്ന് വരും. ചെറുതായിട്ടൊരു നിശ്ചയം പോലെ. 10 ദിവസത്തിനുള്ളിൽ വിവാഹം ഉണ്ടാകുന്ന പറയുന്നത് കേട്ടത്. പറയുമ്പോൾ തന്നെ ചൈതന്യയുടെ മുഖം കരയാറുന്ന പോലെ മൂടിക്കെട്ടിയിരുന്നു. അത് നിന്റെ അപ്പ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ചിഞ്ചുവിന്റെ ഭാവം മാറി. ഇത്രയും കാലം എല്ലാം അപ്പയിലെ തീരുമാനിച്ച്. അപ്പൊ ഇതും അങ്ങനെ തന്നെയാ. ചൈതന്യെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എബ്രാഹിം ഒരു നിമിഷം അത്ഭുതപ്പെട്ടു. സാഹചര്യങ്ങൾ മനസ്സിലാക്കിയും പൊരുത്തപ്പെട്ടും എത്ര പക്വമായി സംസാരിക്കുന്നവൾ. തിലഗ്രാമന്റെ ഭാഗ്യമാണ് ഈ 2 കുട്ടികൾ. അത് എന്തുകൊണ്ട് അയാൾ മനസ്സിലാക്കുന്നില്ല? ചേച്ചി അപ്പ വരുന്നുണ്ട്. ചൈതന്യ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു. എബ്രാഹിമിനെയും ചിഞ്ചുവിനെയും കണ്ടതേ തിലഗ്രാമന്റെ മുഖം ഇരുണ്ടു. വാ പോവാ. കയ്യിലെ കവറുകൾ ചൈതന്യക്ക് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അങ്കിൾ. ചിഞ്ചു പതിയെ വിളിച്ചു. തിലകരാമനത് കേട്ടില്ലെന്ന് അടിച്ചു. അങ്കിൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ? ചിഞ്ചു കേണു. എന്താ നിനക്ക് പറയാനുള്ളത്? അന്ന് പറഞ്ഞതിന്റെ ബാക്കിയാണോ? എന്റെ വീട്ടിൽ വന്നതിനോട് കയറത്തിട്ട് ഇറങ്ങിപ്പോയവളാ നീ. അന്ന് അവസാനിച്ചു നീ ആയിട്ടുള്ള എല്ലാ ബന്ധവും. എന്നെ ശരിയും തെറ്റും പഠിപ്പിക്കാൻ മാത്രം വളർന്നിട്ടില്ല നീ. വളർത്തു ദോഷം അല്ലാണ്ട് ഇത്. ഒടുക്കം പറഞ്ഞ എബ്രാഹിമിനെ നോക്കിയായിരുന്നു. ചിഞ്ചുവിനത് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തോ പറയാൻ തുനിഞ്ഞവൾ എബ്രാഹിം കൈകളിൽ പിടിമുറുക്കി തടഞ്ഞു. ചിഞ്ചു സ്വയം നിയന്ത്രിക്കാൻ എന്ന പോലെ നിശ്വസിച്ചു. അങ്കിൾ ഈ വിവാഹം കൊണ്ട് ഒരിക്കലും ചന്തുവിനെ സന്തോഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരേ ഒരു വട്ടം അവളുടെ മനസ്സൊന്ന് കാണാൻ ശ്രമിച്ചുകൂടെ? നീ കാണാൻ ഇപ്പം ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് വരെ എന്റെ ഇഷ്ടങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഒരു നോട്ടം കൊണ്ടുപോയി എതിർപ്പ് പറയാത്ത എന്റെ മക്കളാ ഇപ്പൊ എന്നോട് സ്നേഹവും ഭയമില്ലാതായിരിക്കുന്നത്. നിങ്ങളൊക്കെ ഒരു കാര്യം മറന്നു പോകുന്നു. ചന്ദന എന്റെ മകളാ. അവൾക്ക് ദോഷമുള്ളൊന്നും ഞാൻ ചെയ്യില്ല. ഏതൊരു മക്കളുടെയും ഭാവി സുരക്ഷിതാക്കാനേ മാതാപിതാക്കൾ ശ്രമിക്കുകയുള്ളൂ. അത് അവർക്ക് അനുയോജ്യമായവരോടൊപ്പം ഞാനും അതിനാ ശ്രമിക്കുന്നത്. നിഖിൽ എന്തുകൊണ്ടും ചന്ദനയ്ക്കും എന്റെ കുടുംബത്തിനും ചേർന്നവനാ. ഒട്ടും മയമില്ലാതെ തന്നെ പറഞ്ഞയാൾ. നിഖിലിന് കുഴപ്പമുണ്ടെന്നില്ല അങ്കിൾ ഞാൻ പറഞ്ഞു. ചന്ദുവിന് ഈ വിവാഹത്തിൽ താല്പര്യമില്ലെന്നാ. ഒന്ന് തന്നെ ആവർത്തിക്കേണ്ടയില്ല. ഇടയ്ക്കിടെയുള്ള നിന്റെ സന്ദർശന എന്റെ കുടുംബത്തിനെ ഇത്രയും താളം തെറ്റിച്ച്. ഞാൻ നിന്നോട് അപേക്ഷിക്കുക, ഇനി വരരുത് ഞങ്ങൾക്കിടയിലേക്ക്. ചന്ദന എന്നെ അനുസരിച്ചോളൂ. എന്നെക്കാൾ വലുതായിട്ട് അവൾക്ക് മറ്റൊന്നുമില്ല. എപ്പോഴോ നീ അവളുടെ ഉള്ളിൽ കയറ്റിയത് ആ പയ്യനെ. അവളിപ്പോൾ അവനെ മറന്നു വരികയായിരിക്കും. ചന്ദനയുടെ മാത്രമല്ല ചൈതന്യയുടെ ഭാവിയെ കൂടിയാണ് ഇത് ബാധിക്കുക. ഒരച്ഛൻ തന്റെ മകൾക്ക് വേണ്ടി കേഴുകയാണിതെന്ന് കരുതിയാൽ മതി. ഇപ്പൊ എന്റെ സ്ഥാനത്ത് നിന്റെ ഈ പിതാവാണെന്നിരിക്കട്ടെ, സ്വന്തം മകൾക്ക് വേണ്ടി ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ അപേക്ഷിക്കേണ്ടി വരുന്നൊരവസ്ഥ നീ ചിന്തിച്ചു നോക്ക്. അതെത്ര നിസ്സായവും വേദനാജനകവുമാണെന്ന്. ഇതിൽ കൂടുതൽ വേദന നീ എനിക്ക് എന്റെ കുടുംബത്തിന് നൽകരുത്. ഒന്നുമില്ലെങ്കിലും പാർവതി നിന്നെ സ്വന്തം മകളായി തന്നെ സ്നേഹിച്ചിരുന്നു. അതിനുള്ള കടപ്പാടായിട്ടെങ്കിലും നീ ഇത് ചെയ്യുക. പിന്നെ ഈ വിവാഹം കൊണ്ട് അവൾ സന്തോഷിക്കില്ലെന്ന് പറഞ്ഞല്ലോ. എന്നാ കേട്ടോ, എന്നെ ധിക്കരിച്ച് മറ്റൊരുത്തന്റെ വിവാഹത്തിനാണ് അവൾ തയ്യാറാവുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം എന്താണെന്ന് അവൾ അറിയില്ല. കാരണം എന്റെ കണ്ണീരും ചാവും മാത്രമേ കാലാകാലം അവിടെ തലക്ക് മുകളിൽ അവശേഷിക്കുള്ളൂ. അത് ഏത് സ്വർഗത്തിൽ കയറി ചെന്നാലും അവിടെ നരകാക്കും. അതിൽ വലിയൊരു പങ്ക് നിനക്കുണ്ടാവും. ഇനിയുള്ള നാളുകൾ സമാധാനം ഉണ്ടാവില്ല നിനക്കും. അത്രയും പറഞ്ഞു തീർത്തയാൾ ചൈതന്യയുടെ കയ്യും പിടിച്ച് തിരിഞ്ഞടന്നു. അപ്പാ. ചൈതന്യ കരച്ചിലോടെ അയാളെ നോക്കി. മറുപടിയായി എന്തോർത്തുന്ന പോൽ ചൈതന്യയുടെ കൈകളുടെ പിടിവിടാതെ തന്നെ ചിഞ്ചുവിനരികിലേക്ക് വന്നു. മറ്റന്നാ നിശ്ചയ നിന്നെ ക്ഷണിച്ചില്ലെന്ന കാരണം കൊണ്ട് പാർവതിക്കും ചന്ദനയ്ക്കും സമാധാനമില്ലായ്ക ഉണ്ടാവേണ്ട. അവിടെ മനസ്സിൽ ഇനിയും വേണ്ടാത്ത കുത്തിയിറക്കാനോ പറഞ്ഞ് മനസ്സു മാറ്റാനോ മുതിരില്ലെങ്കിൽ നിനക്ക് വീട്ടിലേക്ക് വരാം. എപ്പോൾ വേണമെങ്കിലും. ഒരിക്കലും ഞാൻ വിലക്ക് പറയില്ല. പക്ഷേ നല്ലതിനു വേണ്ടി മാത്രമായിരിക്കണം ആ വരവ്.
തിലഗ്രാമ മുന്നിലേക്ക് നടന്നു നീങ്ങി. ആ ഒപ്പം നടക്കുന്നുവെങ്കിലും ചൈതന്യ കൂടെ കൂടെ തിരിഞ്ഞു നോയിക്കൊണ്ടേയിരുന്നു. ആ ഒരു കണ്ണിൽ നിന്നും മറിഞ്ഞിട്ടും ചിഞ്ചു അനങ്ങിയില്ല. ആ നിൽപ്പ് തന്നെ തുടർന്നു. എന്തിനാണ് എല്ലാവരും ചേർന്ന് തന്നെ ഇങ്ങനെ തളർത്തിക്കളയുന്നത്? എന്താണ് താൻ ചെയ്ത തെറ്റ്? ചിഞ്ചുവിന് എന്തെന്ന് ഏതെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. ഒന്ന് ഉറക്കെ കരയണമെന്ന് തോന്നി. അവളുടെ വേദനയും സംഘർഷവും അറിഞ്ഞെന്ന പോൽ എബ്രഹാം അവളെ തന്നിലേക്ക് ചേർത്ത് അണച്ചു പിടിച്ചു. ചിഞ്ചു, കണ്ണൊടുക്ക്, ആൾക്കാർ ശ്രദ്ധിക്കും. എബ്രഹാം അരുമയോട് അവളെ തഴുകി. അവളുടനെ കണ്ണു തുടച്ച് വേർപ്പെട്ട് നിന്നു. മൂടിക്കെട്ടിരിക്കുന്ന അവളെ ഒന്ന് ഫ്രഷാക്കാനാണ് അവളെയും കൂട്ടി ഔട്ടിങ്ങിന് ഇറങ്ങിയത്. എന്നിട്ടും എബ്രഹാമിന് വല്ലാത്ത വിഷമം തോന്നി. എന്നിരുന്നാലും പുറത്തേക്ക് കാണിച്ചില്ല. അതവളെ കൂടുതൽ ബാധിച്ചേക്കുമെന്ന് കരുതി മറ്റു വിഷയങ്ങളിലേക്ക് സംസാരം മാറ്റി റോഡ് മുറിച്ചടന്ന് മാളിനകത്തേക്ക് പ്രവേശിച്ചു. നീ പോകുന്നുണ്ടോ? എന്തിന്? വേറൊരുത്തനായിട്ടുള്ള അവളെ വിവാഹർപ്പിക്കുന്നത് കാണാനാണോ? ചിഞ്ചു ദേഷ്യത്തോടെ എണീച്ചു ബാൽക്കണിയിലേക്ക് നടന്നു. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നോണ്ടോ കരഞ്ഞതിനോട് പറഞ്ഞോണ്ടോ കാര്യമുണ്ടോ ചിഞ്ചു? വിളിച്ച സ്ഥിതിക്ക് നീ ഏതായാലും പോയിട്ട് വാ. അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നെങ്കിലും അറിയാലോ. എബ്രഹാം അവൾക്കരികിലേക്ക് ചെന്നു. പപ്പ എന്താ പറഞ്ഞു വരുന്നത്? അവിടെ വിവാഹ നിശ്ചയം നടക്കട്ടെ എന്നാണോ? അതിപ്പോ നീ നടക്കരുതെന്ന് പറഞ്ഞാൽ നടക്കാണ്ടിരിക്കുവോ? വേണ്ടാന്ന് പറയാൻ നമുക്കെന്താ അവകാശം? പറഞ്ഞാൽ തന്നെ തിലഗ്രാമം കേൾക്കുവോ? ഇല്ലെന്ന് എന്നെക്കാൾ നന്നായിട്ട് നിനക്കറിയാലോ. ഇനി ഇക്കാര്യത്തിലൊന്നും ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തിലഗ്രാമം പറഞ്ഞ അത്രയും ശരിയാ. വസുവിനുള്ള സ്നേഹം കൊണ്ട് അയാളെ ധിക്കരിച്ചു വരാൻ ചന്ദനക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ ആ വന്നതിന് ശേഷം അവൾ സമാധാനത്തോടെ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവളുടെ ഉള്ളിലെന്നും അതൊരു നോവ് തന്നെയായി അവശേഷിക്കും. ഒന്നുമില്ലെങ്കിലും ജന്മം നൽകിയ പിതാവല്ലേ. ഈ കണ്ട കാലം അത്രയും വളർത്തി വലുതാക്കിയതാ. ചിലപ്പോൾ കർത്താവ് ആ പിതാവിന്റെ ഭാഗത്താണെങ്കിലോ ചന്തുവിന്റെയും വസുവിന്റെയും ദുഃഖത്തിനേക്കാൾ വലുതായിരിക്കും ചിലപ്പോൾ ആ പിതൃഹൃദയത്തിന്റെ ആദികളും വേവനാദികളും. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ കാരണം ഞാനൊരാളുടെ മുമ്പിൽ തലമുനിക്കേണ്ടി വന്ന അതിനേക്കാൾ വേദന എനിക്ക് മറ്റൊന്നും ഉണ്ടാവുമോ? ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? പപ്പി ആ ഭാഗത്തേക്ക് ചായയാണോ? എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാവാത്തത്? ഏതൊരു കാര്യത്തിനും രണ്ടു വശങ്ങളുണ്ടാവും ചിഞ്ചു. എപ്പോഴും നാം ആ രണ്ടു ഭാഗങ്ങളും ചിന്തിക്കുക തന്നെ വേണം. എന്തിനധികം പറയുന്നു? ചന്തുവിനെ പോലും തനിച്ചൊന്നും കിട്ടിയില്ല. ഓരോ കാരണം പറഞ്ഞ് ചന്തുവിനെ സുമിത്ര അരികിൽ തന്നെ പിടിച്ചു നിർത്തി. ചിഞ്ചുവിന് വല്ലാത്ത നീരസം തോന്നി. ഒപ്പം ഒരു തരം വീർപ്പുമുട്ടലും. ചന്തുവിന്റെ അവസ്ഥയെ മറിച്ചില്ലെന്ന് അവിടെ നന്ദി ക്ഷീണിച്ച മുഖഭാവം കണ്ടപ്പോൾ തോന്നി. എന്നിട്ട് ഒരു പാവയെ പോലെ അവൾ എല്ലാത്തിനും നിന്നു കൊടുക്കുന്നു. പാർവതിയും ചൈതന്യം ആർക്കോ വേണ്ടി എന്ന പോലെ ഓരോന്ന് ചെയ്തു പോരുന്നു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്നായിരുന്നു ചിഞ്ചുവിന്. ക്ഷമകെട്ട പോലെ പിൻവരാന്തയിൽ ചെന്നിരുന്നു. നിന്റെ അച്ഛൻ എന്താ കയറാതെ പോയത്? തിലഗ്രാമന്റെ ചോദ്യം കേട്ട് അവൾ എഴുന്നേറ്റ്. എനിക്ക് മാത്രമല്ലേ ക്ഷണമുള്ളൂ, പപ്പയ്ക്കില്ലായിരുന്നല്ലേ? അവൻ ചില നിബന്ധനകൾ പ്രകാരമാണല്ലോ. എത്ര ഒതുക്കാൻ ശ്രമിച്ചിട്ട് അവളുടെ മുഖം കടുത്തു. ഇന്ന് പോകുന്നുണ്ടോ നീ? പോവും. ഈവനിങ് പപ്പ വരും പിക്ക് ചെയ്യാൻ. മുമ്പെപ്പോഴും ഓടിപ്പാഞ്ഞു വന്നിരുന്ന് ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഓർത്തിട്ടായിരുന്നു. ഇപ്പം അതില്ല. ചേട്ടൻ ഇവിടെ നിൽക്കുകയാണ്, അമ്മ അവിടെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങോട്ട് കടന്നു വന്ന സുമിത്ര പറഞ്ഞു. ചിഞ്ചുവിനോട് മറ്റെന്തോ പറയാൻ തുടങ്ങിയ തിലഗ്രാമൻ അത് ഉപേക്ഷിച്ച് എതിർവശത്തേക്ക് നടന്നു. എന്നിട്ട് എവിടം വരെ എത്തി നിന്റെ കല്യാണം മുടക്കല്? സുമിത്ര പുച്ഛത്തോടെ തിരക്കി. ചിഞ്ചു അത് കേട്ടതായി ഭാവിച്ചില്ല. മറ്റെങ്ങോ മിഴികൾ നട്ട് നിന്നു. നിന്നേക്കാൾ നല്ല ചന്തുവിന് കിട്ടരുതെന്ന് കരുതിയായിരിക്കും അല്ലേ? ചന്തു നല്ല കുട്ടിയാ, അതുകൊണ്ടാ അവൾക്ക് ഇത്രയും നല്ലൊരു ആലോചന വന്ന്. അല്ല നിന്നെ പോലെ അഹങ്കാരിയല്ല, അച്ചടക്കല്ലാത്തോടും അല്ല. എന്നെ അളക്കാൻ നിങ്ങളാരാ? ഇത് നല്ല പ്രപ്പോസലാണെന്ന് നിങ്ങളല്ലേ പറയുന്നത്? അത് എന്തുകൊണ്ടാ? നിങ്ങളുടെ കുടുംബത്തിൽ നിന്നായതുകൊണ്ട്. എങ്കിൽ കേട്ടോ, ഇതിനേക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്നവനാ വസുദേവ്. അത് ചന്തുവിന്റെ അച്ഛനും നിങ്ങളെ ഹസ്ബൻഡിന് ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ട് എന്തിനാ ഈ പിടിവാശി എന്നാണ് എനിക്ക് അറിയാത്തത്. അഹങ്കാരി അഹങ്കാരി എന്ന് ഒരിക്കൽ പറഞ്ഞാൽ പോരാ. നിന്നേക്കാൾ എത്ര വയസ്സിന് മുതിർന്ന ഞാൻ? ചന്തുവിന്റെ ചെറിയമ്മയാ, അമ്മയുടെ സ്ഥാനം തന്നെ. എന്നോടാ നീ ധിക്കാരം പറയുന്നത്? നിന്നെ നീ പരിസരത്തേക്ക് അടുപ്പിക്കാൻ പാടില്ല ചേട്ടനോട് എത്രയോട്ടം പറഞ്ഞ. രണ്ടു മതക്കാരിയല്ലേ, ആ ഗുണം നീ കാണിക്കാൻ നിൽക്കില്ലല്ലോ അല്ലേ? ആക്ഷേപസ്വരത്തിൽ അതും പറഞ്ഞിട്ട് സുമിത്ര അവളെ കടന്നുപോയി. പുറകെ പോയി ചുട്ട 4 മറുപടിയായി പറയണമെന്ന് കരുതിയെങ്കിലും കയ്യിലെ ഫോൺ റിങ് ചെയ്തതിനെ തുടർന്ന് അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു. സണ്ണിയുടെ കോളായിരുന്നു, അറ്റൻഡ് ചെയ്തില്ല.
എന്തോ സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്ത പോലെ. ഉള്ളിലെവിടെയോ വല്ലാത്തൊരു അനിഷ്ടം തോന്നിയിരിക്കുന്നു. കരിങ്കല്ലുകൾക്കിടയിൽ നിന്നൊഴുകുന്ന തെളിനീര് പോലെ ശുദ്ധവും തെളിച്ചവുമാർന്ന തന്റെ പ്രണയത്തിനാണ് സണ്ണി വിലയിട്ടത്. ഓർക്കുന്തോറും ചിഞ്ചുവിന്റെ ഉള്ളം പുകഞ്ഞു. കണ്ണുകൾ അമർത്തി തുടച്ചവൾ ചന്ദനയുടെ മുറി ലക്ഷ്യമിട്ടു. അപ്പോൾ അവിടെ ചന്ദനയല്ലാതെ മറ്റാരുമില്ലായിരുന്നു. ആ ഒരു നിമിഷത്തിനായി കാത്തു നിന്ന പോലെ ചന്തു ഓടി വന്ന് ചിഞ്ചുവിന്റെ മാറിലേക്ക് അണഞ്ഞു. കരയിലെ ചന്തു. ചിഞ്ചു ചന്തുവിനെ അരുമയോടെ തഴുകി. ദയവായിട്ടും വിളിച്ചിരുന്നോ? നീ പറഞ്ഞിരുന്നു ഇവിടുത്തെ ചടങ്ങിനെ കുറിച്ച്? ഞാൻ രാവിലെ മുതൽ വിളിക്കുന്ന ഫോൺ സ്വിച്ച് ഓഫാ. ഇന്നലാഴ്ച മെസ്സേജും സീൻ ചെയ്തിട്ടില്ല. ചിഞ്ചു പറഞ്ഞു. എന്തെങ്കിലും തിരക്കിലായിരിക്കും. ഓഫീസ് കാര്യങ്ങളും വർക്കിലൊരു മുടക്കം വരുത്താറില്ല. ചന്ദന ആശ്വസിക്കാൻ ശ്രമിച്ചു. ചിഞ്ചു ഫോൺ അൺലോക്ക് ചെയ്ത് വസുവിന്റെ നമ്പർ ട്രേസ് ചെയ്തു. അപ്പോഴും മറുപുറത്തുനിന്ന് സ്വിച്ച് ഓഫ് എന്ന് മാത്രം കേട്ടു. ചിഞ്ചു ബെഡിലേക്ക് വന്നിരുന്നു. വല്ലാതെ തലവേദനിക്കുന്നുണ്ടായിരുന്നു. മുന്നിലേക്ക് ഇനി എന്തെന്ന ചോദ്യം ചന്തുവിനേക്കാളേറെ അവളെ അലട്ടി. വിരലുകൾ കൊണ്ട് നെറ്റിയിൽ അമർത്തി തടവിയവൾ. എന്തുപറ്റി ചിഞ്ചു? വയ്യ നിനക്ക്? ചന്തു അവൾക്കരികിലേക്ക് ഇരുന്ന് അവളുടെ കവിളിൽ കൈ ചേർത്തു. ഒന്നിലടി, വസു വരും ഉടനെ. ഇനിയൊന്നും ആലോചിക്കാൻ ആമാദിക്കുകയോ ചെയ്യരുത്. എപ്പോൾ വന്നാലും ആ കൂടെ പൊയ്ക്കോണം, ചിഞ്ചു കർശനമായി പറഞ്ഞു. ചന്തു അത് ശരിവെക്കുകയും ചെയ്തു. അപ്പോഴും ചിഞ്ചുവിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. വാസു എന്ത് തിരക്കിലായിരിക്കും പെട്ടുപോയിട്ടുണ്ടാവും എന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ശരണിനെ വിളിച്ചു നോക്കിയാൽ കാര്യം അറിയാമെന്ന് കരുതിയെങ്കിലും ശരണിന്റെ നമ്പർ കയ്യിലില്ലല്ലോ എന്ന് ഓർത്തു. അതിനു മാത്രം ഒരു ബന്ധം പോലും തനിക്കും ശരണിടയിൽ ഇല്ലേ എന്ന് അവൾ ഒരു നിമിഷം ചിന്തിക്കാതെ ഇരുന്നില്ല. തന്നെ പ്രാണനോളം സ്നേഹിക്കുന്നവനെ താൻ ഓർക്കുന്ന പോലുമില്ല. എല്ലായ്പ്പോഴും വേദന മാത്രം നൽകുന്നവനെ പ്രാണനോളം സ്നേഹിക്കുകയും ചെയ്യുന്നു. എന്തൊരു വിരോധാഭാസമാണത്. ചിഞ്ചുവിന് ഒരേ സമയം ദുഃഖവും തമാശയും തോന്നി. ഇതിനകത്ത് അടയിരിപ്പും തുടങ്ങിയോ? ഇനി വീണ്ടും അത് ഇതൊക്കെ പറഞ്ഞ അവിടെ മനസ്സുമാറ്റാനായിരിക്കുമല്ലേ? നിന്നെയൊക്കെ ചൂലെടുത്ത് അടിച്ചിറക്കിയാ വേണ്ട ഇവിടുന്ന്. സുമിത്ര ഇഷ്ടക്കേടോടെ മുഖം വെട്ടിച്ചു. ചെറിയമ്മയാണ് ചൊറിയമ്മയാണെന്ന് നോക്കില്ല. കുറെ നേരം തള തുടങ്ങിയിട്ട്. എന്നാലൊന്ന് ചൂലെടുത്ത് വാ നിങ്ങൾ. ഞാനത് കാണട്ടെ. വലിഞ്ഞു കയറി വന്നല്ല, ക്ഷണമുണ്ടായിട്ട് തന്നെയാ. അഥവാ ഇല്ലെങ്കിൽ ഞാൻ വരും. ഇവിടെയുള്ള എന്റെ അമ്മയുടെ ചേച്ചിയാ, അവരുടെ കുടുംബം. അല്ലാതെ നിങ്ങളുടെ തറവാട് സ്വത്തോ വീട്ടുകാരോ അല്ല. സുമിത്രയുടെ മുഖം മുറുകി. ചിഞ്ചു വീണ്ടും പറയാൻ തുനിഞ്ഞെങ്കിലും ചന്തോളെ തടഞ്ഞു. സുമിത്ര മുഖത്തെ അടിയേറ്റ പോലെ വെട്ടിത്തിരിഞ്ഞങ്ങ് പോയി. മിക്കവാറും ആ പെണ്ണുമിള എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അല്ലാതെ തന്നെ ഇവിടെ സമതലിറ്റ് നിൽക്കുമോ മനുഷ്യൻ? വന്നപ്പോൾ തുടങ്ങിയതാ കൊലയാളിയെ നോക്കുമ്പോൾ ഓരോ നോട്ടവും ചോദ്യം ചെയ്യലും കുറ്റം പറച്ചിലൊക്കെ. വെറുതെ ഞാൻ കേട്ട് നിൽക്കാൻ ഞാൻ രണ്ടാമത് ജനിക്കണം. എനിക്ക് അസൂയാണ് പോലും. നിനക്ക് നല്ല ലൈഫ് കിട്ടുന്നതിൽ. നല്ലതോ ചീത്തയോ ആർക്കറിയാം അവൻ ഏത് തരക്കാനാണെന്ന്. കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഇത്. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല അവനെ. സംസാരിക്കാൻ ഒരു അവസരത്തിന് ഞാൻ ഒരുപാട് ശ്രമിച്ചു. ചിലപ്പോൾ സംസാരിച്ചാലും കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പോയി ആ ചൊറിയമ്മ അവനെ പറഞ്ഞ് അത്രയും സെറ്റാക്കിയിട്ടുണ്ടാവും. ഓരോരോ മാരണങ്ങൾ. ഒരു വെള്ളപ്പൊക്കം വന്ന് എല്ലാം ഒലിച്ചു പോയിരുന്നെങ്കിൽ. ആ വിഷമാവസ്ഥയിലും ചിഞ്ചുവിന്റെ ദേഷ്യവും പറച്ചിലും കണ്ട് ചന്തുവിന് ചിരി വന്നു. എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ചന്ദന വേദനകളെല്ലാം മറന്നൊന്ന് ചിരിച്ചു. അത് കണ്ടപ്പോൾ ചിഞ്ചുവിന് ചെറിയൊരു ആശ്വാസം തോന്നി. കർത്താവേ, എന്റെ ചന്തുവിനെ എപ്പോഴും ഇങ്ങനെ ചിരിച്ച് എന്നെ കാണണേ. ചിഞ്ചു നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. വൈകുന്നേരം ചിഞ്ചുവിനെ കൂട്ടാമെന്ന എബ്രാഹിമിന് തിലകരാമൻ അകത്തേക്ക് ക്ഷണിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്തു. ആ ഒപ്പം സേതുരാമനും. അതെല്ലാവരെയും അതിശയപ്പെടുത്തി. ചിഞ്ചുവിന് അന്തം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എങ്കിലും എബ്രാഹിമിന്റെ മുഖം വിടർന്നു നിൽക്കുന്ന കാണുമ്പോൾ അവൾ സന്തോഷിച്ചു. നേരിൽ കണ്ടാലോ അല്ലാതെയോ സംസാരിക്കാറില്ല, സ്നേഹത്തോടെ പെരുമാറാറില്ല. ഈ വീട്ടുമുറ്റത്തോളം വന്നാൽ പോലും ഒന്നകത്തേക്ക് ക്ഷണിക്കാറില്ല. അമ്മയുമായുള്ള വിവാഹം കഴിഞ്ഞാൽ തുടങ്ങിയതാണ് ആ ചതുർത്ഥി. അന്യമതക്കാരനാണെന്നോ പ്രണയ വിവാഹമാണെന്നും തന്നെ കാരണങ്ങൾ. അമ്മയുടെ കുടുംബത്തിന് മുമ്പിൽ പോലും ഒരു സ്ഥാനമോ വിലയോ ഇന്നുവരെ തന്റെ പപ്പയ്ക്ക് ചന്തുവിന്റെ അപ്പയോ അമ്മയോ വീട്ടുകാരോ നൽകിയിട്ടില്ല. ആകെ പാർവവും മാത്രമാണ് തന്നെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിട്ടുള്ളത്. അതാണ് ഇന്ന് പപ്പയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. ആ അകൽച്ചയും വിടവുമാണ് ഇന്ന് നീങ്ങിയിരിക്കുന്നത്. ഒരിക്കലും തന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും എത്രയോ കാലമായി പപ്പയുടെ ഉള്ളിലൊരു വേദനയായിരുന്നു ഇതെന്ന് ചിഞ്ചുവിന് അറിയാമായിരുന്നു. എന്തിന്റെ പേരിലായാലും സ്വീകരിച്ചല്ലോ. ആ നിമിഷം ചിഞ്ചുവിന് സന്തോഷമല്ലാതെ മറ്റൊന്നും തോന്നിയില്ല. നിറഞ്ഞ മിഴികളോടെ ചന്ദനയെയും പാർവതിയെയും നോക്കുമ്പോൾ അവിടെയും ആനന്ദാശ്രുക്കൾ. അന്ന് രാത്രി വരെ അവിടെ ചെലവഴിച്ചിട്ടാണ് രണ്ടുപേരും മടങ്ങിയത്. ആ നേരം അത്രയും സുമിത്രയെ ഒരു വിധത്തിലും ചിഞ്ചു ഗൗനിക്കാൻ പോയിരുന്നില്ല. ഇറങ്ങാൻ നേരം അവിടെ സന്തോഷം കെട്ടടങ്ങി. അവിടെ ചിന്തകൾ ഏറിയിരുന്നു. അത് നാളെ ചന്തു വസുവിനൊപ്പം പോകുന്നവിടെ അസ്തമിക്കുന്നതല്ലേ ഇവരുടെ സന്തോഷവും. ഇപ്പോൾ പുതുങ്ങിയ ഈ ബന്ധവും എന്ന് ഓർത്തിട്ടായിരുന്നു. ആന്റി, എന്തിരിപ്പാത്? അവൻ എത്ര നേരെ ആ സ്റ്റെയറിൽ നിന്ന് വിളി തുടങ്ങിയിട്ട്. ഇത് ഏത് ലോകത്താ? പടക്കം പൊട്ടിച്ചാൽ ആന്റിയെ സ്വപ്നലോകത്തും ഉടലെന്ന് തോന്നിയോണ്ടാ ഞാൻ ഇറങ്ങി വന്നത്. ശരൺ വന്ന് രാധികരികളെ ചേർ നീക്കിയിട്ട് അതിലേക്ക് ഇരുന്നു. രാധിക മുഖം ചരിച്ച് അവരെ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ഇതെന്ത്, ഇനി മൗനവ്രതം കൂടിയാണോ? അതോ അങ്കിളായിട്ട് വെട്ടിപ്പിരിഞ്ഞാ? അതിന് ചാൻസ് ഇല്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഈ ലോകത്തിലെ ബെസ്റ്റ് കപ്പിള് നിങ്ങളാ. പതിവ് ചിരിയോടെ പറഞ്ഞ ശരൺ. തമാശയല്ലടാ, തെരേസ വിളിച്ചിരുന്നു സാന്ദ്രയുടെ കാര്യം പറഞ്ഞിട്ട്. രാധിക വിഷമത്തോടെ പറഞ്ഞു. സണ്ണി അറിയാതെയായിരിക്കും വിളിച്ചിരിക്കുക. അവൻ ഒരു വിധത്തിൽ ഈ കാര്യത്തിനോട് യോജിക്കുന്നില്ല. വസു അറിയുന്ന അവൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെനിക്കറിയില്ല. തെരേസ വല്ലാത്ത കരച്ചിലായിരുന്നു. അറിയാലോ, ഒരു മകളെ നഷ്ടമായത്. വീണ്ടും അതുപോലൊരവസ്ഥ. ഒരമ്മയ്ക്ക് ഓർക്കാനും സഹിക്കാനും കഴിയില്ല. ഇതിപ്പോൾ വസുവിന് ഇങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ടാ.
അല്ലെങ്കിൽ ഉറപ്പായിട്ടും സാന്ദ്രയെ വസുവിനെ ആലോചിക്കായിരുന്നു. പ്രത്യേകിച്ച് അവൾക്ക് ഇത്രയും ഇഷ്ടം വസുവിനോടുണ്ടാവുമ്പോൾ. വസുവിന് വേണ്ടിയായിരുന്നു അവൾ സൂയിസൈഡ് അറ്റംപ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാനാവുന്നില്ല. ഓരോരുത്തരുടെയും മനസ്സിൽ എന്തൊക്കെയാണല്ലേടാ. ഇപ്പൊ തന്നെ നോക്ക്, വസു ആരായിട്ടെങ്കിലും പ്രണയത്തിലാവുന്ന നീ കരുതിയിരുന്നു. ചന്ദനയോടുള്ള അവന്റെ പ്രണയം എനിക്കിപ്പോഴും അത്ഭുത. ആ ഭാഗത്തുനിന്ന് ഇനി ഒരു പോസിറ്റീവ് ഉണ്ടാവില്ലെന്ന് ഉറപ്പാ. വസു എത്രയും പെട്ടെന്ന് ചന്ദനയെ മറക്കുകയാണെങ്കിൽ. രാധിക പറഞ്ഞു നിർത്തി. ആന്റി എന്താ ഈ പറഞ്ഞു വരുന്നത്? എങ്കിലും വസുവിനെ സാന്ദ്രയും കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാന്നോ? ബെസ്റ്റ്. ഇതും പറഞ്ഞുകൊണ്ട് ചെന്ന് നോക്ക്. വാസു ഇപ്പൊ സമ്മതിച്ചു തരും. ഒരിക്കലും നടക്കില്ല ആന്റി ഇത്. ഒന്നാമതായിട്ട് ചന്ദനെ അവന് കിട്ടും, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുക. അഥവാ നഷ്ടാവുന്നെങ്കിൽ തന്നെ അവളെ മറക്കുകയെന്ന് അവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നടക്കാത്ത ഒന്നായിരിക്കും. അഥവാ മറന്നതിനെ കരുത്. പക്ഷെ ഒരിക്കലും സാന്ദ്രയെ ആ സ്ഥാനത്ത് കാണാൻ കഴിയില്ല അവന്. അവൾ എപ്പോഴും അവന്റെ ഉള്ളിൽ ഒരു കുഞ്ഞനുജത്തിയാ. സാന്ദ്രയ്ക്ക് മനസ്സിലാവില്ലെങ്കിൽ തെരേസാനി ഇതൊക്കെ ചിന്തിക്കേണ്ടതല്ലേ? ശരണിൽ ചെറുതായിട്ട് ഒരു അനിഷ്ടം രൂപപ്പെട്ടു. അത് നിനക്ക് പറയാം. തെരേസ ചിന്തിക്കുന്ന മറ്റൊരു വഴിക്കാ. ഞാൻ പറഞ്ഞല്ലോ, ഒരമ്മയുടെ ആദി. ആ മനസ്സിൽ സാന്ദ്രയെക്കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ. അവൾ ആഗ്രഹിക്കുന്ന നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിപ്പോൾ നമ്മൾ വസിനൊപ്പം നിൽക്കുന്നില്ലേ? അതുപോലെ തന്നെ. എന്നാലും സാന്ദ്രയുടെ കാര്യത്തിൽ എനിക്കത്ര യോജിപ്പില്ല. അത് അവളോടുള്ള ഇഷ്ടക്കുറവുണ്ടെന്നല്ല. ആരും ഒരിക്കലും ചന്ദനക്ക് പകരാവില്ല. വസുവാണ് എനിക്ക് വലുത്, അവന്റെ സന്തോഷവും. സാന്ദ്രയുടെ ഒരിക്കലും അവൻ ആ സന്തോഷം കണ്ടെത്താനാവില്ല ആന്റി. പിന്നെ ചന്ദനെ തന്നെ വേണ്ടെന്ന് നോക്കണം വസുവിനെ. അങ്ങനെയൊന്നും ഉണ്ടായാൽ മാത്രമേ അവന്റെ പ്രതീക്ഷയും വിശ്വാസവും ഒരു തരിയെങ്കിലും അസ്തമിച്ചു പോവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ചന്ദനെ നേടാനുള്ള ശ്രമത്തിൽ തന്നെയാവും അവൻ. എന്തായാലും ആന്റി ഈ വിഷയം ഇവിടെ ഇങ്ങനെ സംസാരത്തിലെടുക്കണ്ട. വസു ഇപ്പം ഇങ്ങെത്തും. 2 ഡേയ്സ് ആയാലും പോയിട്ട്. ഒട്ടും വിചാരിക്കാതെയുള്ള മരണമല്ലായിരുന്നോ? നല്ലപോലെ വിഷമം കാണുമല്ലോ. നിധി ഇവിടെ ജോയിൻ ചെയ്തിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അവൻ കരുതി കാണും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ മരണത്തിലേക്കുള്ള വരവാണെന്ന്. ഒരു പാവം പയ്യനായിരുന്നു. വസുവിനെ കാണാൻ എടുക്കുക ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഞാൻ അവനെ കാണാറുണ്ടായിരുന്നു. വസുവിന് അത്രയ്ക്ക് കാര്യമായിരുന്നു അവനെ. ശരൺ നോവോടെ പറഞ്ഞ് എണീറ്റു. രാധിക മറ്റെന്തോ പറയാൻ തുനിഞ്ഞതും ശരണിന്റെ ഫോൺ റിങ് ചെയ്തു. ഹലോ പറയണ. ശരൺ ഫോൺ ചെവിയോട് ചേർത്തു. എടാ അപ്പച്ചനൊരു നെഞ്ചുവേദന. ഹോസ്പിറ്റലിൽ എപ്പോ? ഇവിടെ കിംസി തന്നെ. നന്നേ തളർന്നിരുന്ന സണ്ണിയുടെ ശബ്ദം. എടാ ഞാനിപ്പോൾ വന്നേക്കാം. വസു എത്തിയിട്ടില്ല, സന്ധ്യവായിരിക്കും. നീ ടെൻഷൻ അടിക്കാതെ. ശരൺ ഫോൺ വെച്ച് രാധികയോട് കാര്യം പറഞ്ഞു. എന്തൊക്കെയാ ഈശ്വര ഈ നടക്കുന്നത്? പരീക്ഷണങ്ങൾ തന്നെയാണല്ലോ അവന്. ആദ്യം സെലി, തെരേസ, അത് കഴിഞ്ഞ് സാന്ദ്ര, ഇപ്പതേ ഇങ്ങനെ. ഒന്നും വരുത്തിയേക്കലേ ദൈവമേ. നീ തന്നെ എല്ലാവർക്കും തുണ. ഡോക്ടറാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സണ്ണി ഇതിനോടകം തന്നെ തളർന്നിട്ടുണ്ടാകും. അതവൻ്റെ ശബ്ദം കേട്ടത് തന്നെ തോന്നി. ഞാൻ ഇറങ്ങുക. വസു വന്നാലൊന്ന് അറിയിക്കണം. എടിപിടിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി വരേണ്ടെന്നും പറയണം. റെസ്റ്റ് എടുത്തിട്ടോ. ആവശ്യമല്ലോണ്ട് ഞാൻ വിളിച്ചോളാം. ശരൺ കീ ഹോട്ടലിൽ നിന്ന് കീ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.